ഹലോ, പറയടാ. നിങ്ങളെവിടെയാടാ? ഞങ്ങൾ കാവിന്റെ അടുത്താണ്. ആഹാ, എന്നാ ചെയ്താ ഇങ്ങോട്ട് വരുക. ഓക്കെ. ഇവിടെ റീല് നോക്കി ഈ റീലിനകത്ത് അങ്ങോട്ട് വെച്ച് തന്നെയല്ലേ? എന്താണ് മക്കളെ പരിപാടി? പരിപാടി ഒന്നുമില്ലടാ. ഞങ്ങൾ ചുമ്മാ കാറ്റൊക്കെ കൊണ്ടെങ്കിൽ ആട്ടെ, നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. അവിടെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് വല്ല കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഒന്ന് പോയടാ, കല്യാണം. ഞാൻ ചുമ്മാ ലീവ് കിട്ടിയപ്പോൾ വന്നല്ലോ. അല്ല, നീ എപ്പോഴാ പോണേ? ആ, നല്ല ഫ്രഷ് ചോദ്യം. ഒരു ഗൾഫുകാരൻ വരുമ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റിയ നല്ല ഫ്രഷ് ചോദ്യം. അല്ലടാ, ഞാൻ ഒരു നാട്ടോടപ്പായിട്ട് ഇങ്ങനെ ചോദിച്ചതാ. അവൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. അന്നേരം നിന്റെ നാട്ട് നടത്തി. അല്ല, കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല? ആടാ, കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ക്ലബിൽ വെച്ചടിക്കാം. നീ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചോ. അണിയാ ടാക്കിങ്സ് എടുക്കണം. ആന്ന്. പണ്ട് നമ്മൾ ഇതുപോലെ എത്ര നടന്നല്ലേ. എന്തായിരുന്നു അവളുടെ പേര്? ദിവ്യ. പ്ലസ് അടിക്കും. ഇപ്പോഴവളേക്ക് ഓർമ്മയുണ്ട്. ഒന്ന് പോയടാ, അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. ഞാൻ അതിനുശേഷം ഒരു പെണ്ണെ പോലും നോക്കിയിട്ടില്ല. നീ അതിനുശേഷം എത്ര പിള്ളേരെ നോക്കിയടാ? അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇവൻ ഏതൊരു പെങ്കൊച്ചിനെ നോക്കിയിട്ട് അവളുടെ അച്ഛൻ വന്നിട്ട് ഇവനിട്ട് രണ്ടെണ്ണം പിടച്ചായിരുന്നു. അതൊക്കെ പോട്ടെ. അവളിപ്പോ എവിടാ, എന്താ ചെയ്യണേ? എടാ, അവളുടെ കല്യാണമാടാ അടുത്ത മാസം. ഞാൻ പിന്നെ നിനക്കൊരു വിഷമം ഉണ്ടല്ലോ എന്ന് കരുതിയാ പറയാതിരുന്നു. അതിനെനിക്ക് എന്തിനാണ് ആവശ്യം? അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. എടാ ഒന്ന് വേഗം പോടാ. ചവിട്ടിക്കൊണ്ടിരിക്കുക. എടാ, സാധനം കിട്ടിയാ? എടാ വൈകിട്ട് എന്താ പരിപാടി? കുളത്തിൽ പോകുന്നു? ഇല്ലടാ, കുറച്ചേരോടെ ഇരിക്കുക. അവളിപ്പോ വരും. ഫുൾ കാണും. ഓ, വായ്നോട്ടം. എടാ, വായ്നോട്ടം അല്ലടാ, പ്രണയം. ദിവ്യ പ്രണയം അല്ലടാ. പക്ഷെ അത് ഇവന് മാത്രമേ അവളോടുള്ളൂ കേട്ടാ. ഓ, ഇപ്പൊ വലിയ ആള്. ഡാ, ദേ വരുന്നു നിന്റെ ദിവ്യ പ്രണയം.
പേരില്ലേ, അവളുടെ പേര് ദിവ്യ, കൃഷ്ണയുടെ ഉള്ളതാ. എടാ, ഇപ്പൊ അവള് നിന്നെ നോക്കിയ അവള് നിനക്കുള്ളതാ. അവള് നോക്കിയില്ലെങ്കിലോ? നോക്കിയില്ലെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ചെറു ചെറു നിറവിലായി മായാതെ മൺകോണിൽ അലകളും അരുവിയായി വന്നു. പുലരിയിൽ പടരുമീ ശലഭത്തിൻ വർണ്ണങ്ങൾ കണ്ണിനു കുളിരുമായി വന്നു. ഉള്ളിലഴകു തരുമി മധുര ഓർമ്മകൾ ഒരു മനമായി അവരിരുപേരും കനവുകളൊന്നായി കണ്ടൊരു നേരം. ഒരു നിഴലായി അവരിരുപേരും ഉള്ളിലെ നോവായി കഥ പറയുന്നു, കഥ പറയുന്നു, കഥ പറയുന്നു, കഥ പറയുന്നു, കഥ പറയുന്നു. തോരാമഴയത്തൊരു കുടയായിടാം, കാണാമറയത്തൊരു തുണയായിടാം. ചേലുള്ളൊരാമ്പൽ പൂവാണു നീ, മായാതെ കൺമുൻപിൽ നിന്നു മറയാതിവിടെ.
ആ പയ്യൻ അവിടെ തന്നെ നിപ്പുണ്ടല്ലോ. നീ ഒന്നും മിണ്ടാണ്ട് വന്നേ. ദിവ്യ, എനിക്ക് തന്നോടൊരു കാര്യം പറയാം. താൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് നടക്കില്ല. എനിക്ക് പ്രേമത്തോടൊന്നും തീരെ താല്പര്യമില്ല. അതുപോലെ താൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ പിറകെ നടന്ന സമയം കളയണ്ട. എന്നെ ശല്യം ചെയ്യാനും പാടില്ല. നീ എന്താ ഇവിടെ? ഇവനേതാ? എടാ അവളുടെ ഏട്ടനടാ. എനിക്കറിയില്ല ഏട്ടാ. ഇതിവിടെ കൊണ്ട് നിർത്തിക്കോണം. ഇനി ഇവിടെ കൺവെട്ടത്തെ നിന്നെ കണ്ടുപോയ എന്റെ കൈയുടെ തനി കോണ നീ അറിയും. നീ എവിടെയാ? ട്യൂഷന് പോവാ. വാ. ഇവനെന്താ പിന്നെ വേറെ ആരും നോക്കാൻ? അതൊന്നുമല്ലടാ, അവൻ ആങ്ങളമാരില്ലാത്ത പെങ്ങന്മാരെ കിട്ടാത്തോണ്ട്. ഒന്ന് പോയടാ. അങ്ങനെയൊന്നുമില്ല. അന്ന് അവളോട് തോന്നിയൊരിഷ്ടം പിന്നെ ഇതുവരെ എനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല. ഇവനെന്താണ് ഈ തപ്പുന്നത്? നീ എന്താ ഈ തപ്പുന്നേ? അതൊന്നുമില്ലടാ, ഇവനന്ന് കൊടുത്ത കത്ത് റോസപ്പൂട് ഉണ്ടെന്ന് നോക്കിയതാ. അതന്ന് എന്നെ ഒന്ന് നോക്കിയായിരുന്നടാ, പക്ഷെ കണ്ടില്ല. പിന്നെ അതെവിടെ പോയെന്ന് എനിക്കറിയത്തുമില്ല. ഇനി എപ്പോഴാണ് അടുത്ത പ്രപ്പോസല്? ഉണ്ട്, അടുത്ത ചിങ്ങത്തിൽ. നീ എന്താ പിന്നെ നന്നാവത്? എന്തേലും ഇങ്ങനെ ചരിച്ചോണ്ട്